ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും കൂടി ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോസൊക്കെ ഇടാനും എടുക്കാനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള കൂട്ടുകാർ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഷോപ്പൊക്കെ തുറന്നു വെച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പ് തുറക്കലാണ്. അപ്പോൾ ഇന്നെന്തായാലും നേരത്തെ തന്നെ ഞാൻ ഷോപ്പൊക്കെ ഒന്ന് തുറന്നു വെക്കുകയാണ്. പിന്നെ ഷോപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഊഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മളൊരു ഊഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആമസോണിൽ നിന്ന്. അപ്പോൾ നമ്മളതിവിടെ ഫ്രണ്ടിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. കുഞ്ഞുപെണ്ണിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അതുപോലെ കുഞ്ഞുപെണ്ണിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെ മോൾക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ഊഞ്ഞാൽ വാങ്ങിക്കണം, കുറേ ആയി പറയണോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോപ്പൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് ആടി കേട്ടോ. അപ്പോൾ അത് അമ്മ രാവിലെ എണീച്ച് വന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തായാലും ഷോപ്പൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ പോയി അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവുമല്ലോ. എന്തെങ്കിലുമൊക്കെ അല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കണം, ആ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതാ ചോറിന് അരി ഇട്ടു കേട്ടോ. അരിയൊക്കെ തിളയ്ക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ജാക്സണിൽ ഇറക്കി വെച്ചാൽ മതി. പിന്നെ ഒന്ന് ചാറ് വെക്കണത് കൊള്ളാണ് കേട്ടോ. കൊള്ളുപുളി മുതിര എന്നൊക്കെ പറയില്ല, അത് കേട്ടോ. പാലക്കാട് കൊള്ളുപുളി പറയും. അപ്പോൾ അത് വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മോൾക്കാണെങ്കിൽ ഇന്നൊരു സുഖമില്ലായ്മ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കണ്ണിൽ പെട്ടെന്ന് എന്താ പറയുക, കണ്ണിൻ്റെ പോളയിലില്ലേ ഭയങ്കര ഒരു എരിച്ചിലും പുകച്ചിലും കേട്ടോ. ഭയങ്കര എരിവ്. ഇപ്പം മുളകൊക്കെ തേച്ച് വെച്ച് എരിയില്ല അതുപോലെ. പിന്നെ അടുപ്പിൻ്റെ അവിടെ നിന്ന് എങ്ങനെ അതുപോലെ കണ്ണെരിയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളൊരു ഓയിൻമെൻറ്റ് പുരട്ടി കേട്ടോ. അപ്പോൾ രാവിലത്തെ ഇത്തിരി സമാധാനം ഉണ്ട്, അല്ല രാത്രി കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീച്ചപ്പോൾ ചെറുതായി അങ്ങനെ കണ്ണ് ചൂട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോള്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് ഒരു 10-11 മണിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചോറിന് വെള്ളം വെച്ച് അത് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, കൊള്ളും വറുത്തിട്ട് നമ്മൾ അരിച്ചു കേട്ടോ. അരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ അരിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പം മോൾ എണിച്ചിട്ടില്ല. ഞാൻ അപ്പോഴേ ചോദിച്ചു കണ്ണ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ചെറുതായി ചൂടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ മോള്. അപ്പോൾ എന്തായാലും ശരിയല്ല വെച്ചൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാവിലത്തെ പണിയുടെ ഇടയിൽ അമ്മ തൊടിയൊക്കെ ഒന്ന് അടിച്ചു വാരി ചപ്പൊക്കെ കൂട്ടി കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം അവിടെ അടിച്ചു വാരി. പിന്നെ അതിൽ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് കവറുകളൊന്നും കത്തിക്കേണ്ട പറഞ്ഞിട്ട് എല്ലാം കൂടി വേറൊരു വലിയ പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ ഹരിത കർമ്മസേന അവർ വരും ചേച്ചിമാർ. അപ്പോൾ അവർക്ക് നമ്മളെന്തായാലും കൊടുക്കണമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അവിടെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ള കരിയിലയുടെ ചപ്പും കടലാസുകളൊക്കെ കൂടി അവിടെ ഇട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്മ തൊടി വൃത്തിയാക്കണ പണിയിലാണ്. അമ്മയാണെങ്കിൽ വെറുതെ ഇരിക്കുകയില്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അമ്മ അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്നാലും എവിടെ പോയാലും അങ്ങനെ തന്നെ കേട്ടോ. മിണ്ടാണ്ടിരിക്കണ പണിയേ ഇല്ല കേട്ടോ. അമ്മ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ചെയ്യണ്ട പറഞ്ഞാലും അമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്നത് പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കും. ഷോപ്പിലാണെങ്കിൽ അവിടെയും ക്ലീനിങ്ങും അതും ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ എണീച്ചതും തൊടി വൃത്തിയാക്കലിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അമ്മ. പിന്നെ ഞാനാണെങ്കിൽ അവിടെ കുറേ മാങ്ങയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പെറുക്കിയിട്ട് വന്നു. ചെറിയ മാങ്ങകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുത്തുണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു മാങ്ങയൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അമ്മ പിന്നെ അവിടെയൊക്കെ അടിച്ചു വാരി അവിടെ മുറ്റടിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കുന്നില്ല. അതിനെന്താണ് ഇപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മാങ്ങ അമ്മ രാവിലെ ഒന്നും കഴിക്കില്ല, വേണോ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പം ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണത്. ഒന്നും വിചാരിക്കണ്ട, അമ്മേനെ കൊണ്ട് പണിയിപ്പിച്ച് ഞാൻ അങ്ങനെ ചുമ്മാ ഇരിക്കുകയാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അമ്മ അങ്ങനെയാണ്. അമ്മ വെറുതെ എന്തെങ്കിലുമൊക്കെ, വെറുതെ അല്ല, അങ്ങനെ എന്തെങ്കിലും പണികൾ കണ്ടാൽ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അടുക്കളയിലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്.
അപ്പോൾ കൊള്ള് നമ്മുടെ കുക്കറിൽ വെച്ചതൊക്കെ വിസിൽ വന്നു. അപ്പോൾ ഇനി അതിനൊന്ന് കറി വെക്കണം. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ രാവിലെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. രാവിലെ മോളൊരു 8 മണിക്ക് എണീച്ചപ്പോൾ കണ്ണ് നല്ല പൊള്ളൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊടുവായൂർ നമ്മളിവിടെ അടുത്തൊരു ഹസീന ഡോക്ടർ കേട്ടോ, കണ്ണിൻ്റെ ഒന്നുമല്ല, എന്നാലും പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും മോളും കൂടി രാവിലെ അവിടെ പോയിരുന്നു കേട്ടോ. പക്ഷെ ആ ഡോക്ടർ പറഞ്ഞു എന്തായാലും കണ്ണിൻ്റെ അല്ല, അപ്പോൾ കണ്ണിൻ്റെ ഡോക്ടറിനെ തന്നെ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിക്കണം, അതാണ് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഇനി പാലക്കാട് വേണം പോകാൻ കേട്ടോ. അവിടെയാണ് കണ്ണാശുപത്രി ഉള്ളത്, ഐ സ്പെഷ്യലിസ്റ്റ് അവിടെയാണ് കേട്ടോ. ട്രിനിറ്റിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് പിന്നെ മോള് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണിൽ പൊള്ളുന്നുണ്ട്, എന്നാലും അവൾ കുറച്ച് നേരം എത്ര നേരം വീട്ടിനകത്തേ ഇരിക്കും പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടും. അപ്പോൾ ഞാനിതാ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഓട്ടോയിലാണ് പോണത്, ബസ്സിൽ പോകാൻ വയ്യ, കാറ്റും ഒരുപാട് തട്ടുമല്ലോ, അപ്പോൾ കണ്ണ് ഇനി എരിയും പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോവാണ് കേട്ടോ. കാർ എടുക്കാൻ ആളില്ല, ഏട്ടൻ പിന്നെ തൃശ്ശൂരല്ലേ, അതുകൊണ്ട് തന്നെ ഞാനും മോളും കൂടി ഒരു ഓട്ടോ വിളിച്ചിട്ട് പാലക്കാട് എത്തിയിട്ടോ. പാലക്കാട് ട്രിനിറ്റി ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിലാണ് നമ്മൾ പോണ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ ടൈം എടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്നലെ രാത്രി ഒരു ഓയിൻമെൻറ്റ് പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഡോക്ടർ നല്ല ചീത്ത പറഞ്ഞിട്ട് അത് തേക്കാൻ പാടില്ലായിരുന്നു, ഡോക്ടറിനെ കാണാണ്ട് അങ്ങനെ കണ്ണിൽ തേക്കാൻ പാടില്ല, അത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് പറഞ്ഞു. പിന്നെ അതൊന്ന് വാഷ് ചെയ്യണം, കണ്ണൊക്കെ വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് മോളുടെ കണ്ണൊക്കെ വാഷ് ചെയ്തു. അതിന് ശേഷം പിന്നെയാണ് മരുന്നൊക്കെ തന്നത് കേട്ടോ. പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തി. പിന്നെ 4 മണിയായിട്ടോ വീടെത്താനായിട്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു, 4 മണിക്ക് വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ഇതാ മോൾക്ക് മരുന്നൊക്കെ കൊടുത്തു, ഇതാ മോൾ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ മോൾക്ക് വയ്യ പറഞ്ഞപ്പോൾ അനിയത്തിയും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് മോളിനെ കാണാൻ വന്നായിരുന്നു. അപ്പം മോൾക്ക് ഇങ്ങനെ കണ്ണ് വേദന എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അനിയത്തി കാണാൻ വന്നതാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചു. പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കലായിട്ടോ. അപ്പം ഇന്ന് ഏട്ടൻ വരും, അപ്പോൾ എന്തായാലും ഇന്ന് ചപ്പാത്തിയും പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുട്ടക്കറി അങ്ങനെ മുട്ട വേവിച്ചിട്ടല്ല കേട്ടോ, ഇപ്പോൾ സവാള ഞാൻ വഴറ്റുന്നില്ലേ, അത് വഴറ്റിയ ശേഷം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. മസാല എല്ലാം ഇട്ട ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ പോയ ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെ ചിക്കിയിട്ട് അങ്ങനെ ഒരു മുട്ടക്കറി പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ഇന്ന് ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ, മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇതായിട്ടാണ്. ഈ വീഡിയോ വന്നിട്ട് 2-3 ദിവസം മുന്നേ എടുത്തതായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഇന്നാണ് ഇടുന്നത്. മോൾക്ക് ഇപ്പോൾ കുറവുണ്ട് കേട്ടോ, മരുന്നൊക്കെ കഴിച്ച ശേഷം ഇപ്പോൾ കുറവുണ്ട്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.